വർഷം 1867. ഒരു കൂട്ടം നായാട്ടുകാർ കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരുപാട് ചെന്നായ്ക്കളെ കാണുന്നു. കൂട്ടമായിട്ട് നടന്നു പോകുന്ന ചെന്നായ്ക്കളെ. ആ ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ ഒരു 6 വയസ്സുകാരൻ പയ്യനും ഉണ്ടായിരുന്നു. ഒരു 6 വയസ്സുകാരൻ മനുഷ്യക്കുട്ടി എങ്ങനെയാണ് ഈ ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ പെട്ടുപോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ നായാട്ട് സംഘം അവയെ പിന്തുടർന്നു. അങ്ങനെ ഈ ചെന്നായ്ക്കളും ഒപ്പം ഈ 6 വയസ്സുള്ള മനുഷ്യക്കുട്ടിയും കൂട്ടമായി നടന്നൊരു ഗുഹയ്ക്കകത്തേക്ക് കയറിപ്പോയി. ഈ നായാട്ട് സംഘം ഗുഹയുടെ മുന്നിൽ തീയിട്ടു. പുകച്ച് പുറത്ത് ചാടിക്കുക എന്ന പഴയ തന്ത്രം. തീയുടെ പുകയടിച്ചപ്പോൾ ഗുഹക്കകത്ത് നിന്ന് ചെന്നായ്ക്കളൊക്കെ ഇറങ്ങിപ്പോയി. അതിനുശേഷം ഈ നായാട്ട് സംഘം ഗുഹക്കകത്ത് പോയിട്ട് ഈ പയ്യനെ പിടിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവൻ വരാൻ കൂട്ടാക്കിയില്ല. ചെന്നായ്ക്കളെ പോലെ തന്നെ ഒരു മൃഗീയ സ്വഭാവമാണ് അവൻ കാണിച്ചത്. അവൻ ഈ നായാട്ട് സംഘത്തിലെ ആളുകളെ കടിക്കാനും മാന്താനും ഒക്കെ തുടങ്ങി. അങ്ങനെ ആൾക്കാരെല്ലാവരും ചേർന്ന് അവൻ്റെ കൈയൊക്കെ പിടിച്ച് കെട്ടിയിട്ട് ആഗ്രയിലുള്ള മിഷൻ ഓർഫനേജിൽ കൊണ്ടാക്കി. അവരവൻ്റെ മുടി വെട്ടി വൃത്തിയാക്കി, വളർന്നു കിടക്കുന്ന നഖങ്ങൾ വെട്ടി ഭംഗിയാക്കി. അവനവർ കുളിപ്പിച്ചു. ഇതുവരെ വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത അവനെ ഓർഫനേജ് അംഗങ്ങൾ വസ്ത്രം ധരിപ്പിച്ചു. പക്ഷെ അവൻ വസ്ത്രം ധരിക്കാൻ തയ്യാറായില്ല. അവൻ അതേ മൃഗീയ സ്വഭാവം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ വസ്ത്രങ്ങൾ പിച്ചിച്ചീന്തി, ഭക്ഷണം വെച്ച് നീട്ടി. പക്ഷേ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവൻ തയ്യാറായില്ല. അവൻ കാട്ടിൽ നിന്ന് ചെന്നായ്ക്കളുടെ കൂടെ കഴിച്ച് ശീലിച്ച പച്ച മാംസം തന്നെയാണ് കഴിക്കാൻ പ്രിഫർ ചെയ്തത്. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും അവനിലെ മൃഗീയ സ്വഭാവം പതുക്കെ പതുക്കെ അടങ്ങിത്തുടങ്ങി. അവരവന് ദീനാസനിച്ചാർ എന്ന പേര് നൽകി. സ്വന്തം കൈകൊണ്ട് അവൻ മഗ്ഗിൽ വെള്ളമെടുത്ത് കുടിച്ചു തുടങ്ങി. മനുഷ്യരെ പോലെ നടന്നു തുടങ്ങി. അങ്ങനെ കാട്ടിൽ വളർന്നു തുടങ്ങിയ ആ 6 വയസ്സുകാരൻ പയ്യന്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം വന്നു. വളർന്നപ്പോൾ അവൻ സിഗരറ്റ് വലിയും ശീലമാക്കി. സിഗരറ്റ് വലിയിൽ അഡിക്റ്റായ അവൻ പുക വലിച്ച് അവസാനം ട്യൂബർകുലോസിസ് ബാധിച്ച് 34-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഏകദേശം ഇതേ കാലയളവിൽ തന്നെയാണ് റഡിയാർഡ് കിപ്ലിംഗ് ഈ ഓർഫനേജ് സന്ദർശിക്കുന്നതും ഈ കുട്ടിയെക്കുറിച്ച് പഠിക്കുന്നതും. അങ്ങനെ ആ കുട്ടിയുടെ ജീവിതത്തിൽ നിന്നാണ് അദ്ദേഹം മൗഗ്ലി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുത്തത്. കിപ്ലിംഗ് മാത്രമല്ല, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതേ പ്രമേയത്തിൽ വേറെയും എഴുത്തുകാർ വേറെയും കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ജംഗിൾ ബുക്കിലെ മൗഗ്ലിയോളം നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടില്ല. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.